അതിപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഈ ഒരു വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഒരേ കമ്പനിയുടെ കീഴിലുള്ളതാണ് എന്ന്. അപ്പോൾ ഈ ഒരു വാട്സപ്പിൽ നമ്മളുടെ ഡാറ്റാസ്, വാട്സപ്പിൽ നമ്മുടെ മെസ്സേജസും കാര്യങ്ങളും നമ്മളെ ഗ്രൂപ്പുകളും എല്ലാം ഫേസ്ബുക്കിന് കൂടി ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കുമായിട്ട് ബന്ധമുള്ള മറ്റ് പാർട്ട്നേഴ്സായ കമ്പനികൾക്കും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫയൽസും നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും അവർക്കും ഉപയോഗിക്കാനുള്ള പെർമിഷനാണ് നമ്മൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലൂടെ അലോ ചെയ്ത് അല്ലെങ്കിൽ എഗ്രി ചെയ്ത് കൊടുക്കുന്നത്. ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലം അഷ്റഫ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വാട്സപ്പിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇത് എഗ്രി കൊടുത്തവരുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഒരു സംഭവം ആരും എഗ്രി കൊടുക്കരുത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ ഇതിലുള്ള ലോക്കുകളെല്ലാം റിമൂവ് ചെയ്ത ശേഷം നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോലെയാണ് ഈ ഒരു സംഭവം എഗ്രി ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചിലപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സംഭവം വായിച്ച് നോക്കാതെ പോലും വാട്സപ്പിൻ്റേതായതുകൊണ്ട് തന്നെ എഗ്രി കൊടുത്ത് വിട്ടവരുണ്ടായിരിക്കാം. ചിലവർ നോട്ട് നൗ കൊടുത്ത് ചിലവർ ബാക്ക് അടിച്ച് പോയവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എഗ്രി ചെയ്യാതെ ആർക്കും വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നത് കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡാറ്റാസും ഫയൽസും നമ്മുടെ ഫോണിലെ മറ്റെല്ലാ കാര്യങ്ങളും വാട്സപ്പിനെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ അവരുടെ ബിസിനസ് ആവശ്യത്തിനും അതുപോലെ തന്നെ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സിനും എല്ലാം വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫയൽസും ഡാറ്റാസൊക്കെ അവരെടുക്കുമെന്നതാണ് പബ്ലിക്കായിട്ട് തന്നെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലൂടെ അവർ പറയുന്നത്. ഈ ഒരു സംഭവമാണ് നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഫെബ്രുവരി 8 വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുവരെ ആരും ഈ ഒരു സംഭവം എഗ്രി കൊടുക്കരുത്. കാരണം നമ്മൾ നോട്ട് നൗ കൊടുത്തിട്ട് തന്നെ വെക്കുക. കാരണം ഇത്ര അധികം ആളുകൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇനി ഒഴിവാക്കില്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ടെലിഗ്രാം പോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. അതിലേക്ക് മാറേണ്ടി വരും. കാരണം നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും എഗ്രി ചെയ്ത് കൊടുക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസി മൊത്തമായിട്ട് അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഗാലറി, നമ്മൾ ഫോട്ടോസ് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയുടെ ആക്സസ്, ആ ഗാലറിയിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ ബിസിനസ് ആവശ്യത്തിനും അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യത്തിനും വേണ്ടിയിട്ട് വാട്സപ്പിന് മാത്രമല്ല ഫേസ്ബുക്കിനും അവരുമായിട്ട് പാർട്ട്ണർഷിപ്പുള്ള മറ്റെല്ലാ കമ്പനികൾക്കും ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ആ മെസ്സേജ് ആൾക്ക് റിസീവ് ആയില്ലെങ്കിൽ പോലും 30 ദിവസം ഈ ഒരു വാട്സപ്പിൻ്റെ സെർവറിൽ ആ മെസ്സേജ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിലൂടെ നടത്തുന്ന പേയ്മെൻറ്റ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ സെർവറിൽ ലോഡ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ വേറെ സംഭവമുള്ളത്, നമ്മൾ ലൊക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സർവീസസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻസും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഡീറ്റെയിൽസും ആക്സസ് ചെയ്ത് കൊടുക്കണം. അവർക്കും ഉപയോഗിക്കാൻ തക്കത്തിന് അതിൻ്റെ പെർമിഷൻസും ആക്സസും നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഡാറ്റ കൊണ്ട് നമ്മുടെ കോൺടാക്ട്സും അതുപോലെ തന്നെ നമ്മൾ ഗാലറിയുടെ ആക്സസും ഒക്കെ കൊണ്ട് അവർ ചെയ്യുന്നത് അവർക്ക് ബിസിനസ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പേഴ്സണലായിട്ട് ഫയലുകൾ ഉപയോഗിച്ച് പോലും അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അതൊന്ന് എഗ്രി കൊടുക്കാതിരിക്കുക. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഓഫ്. അപ്പോൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സ് പോലും അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു എഗ്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഫെബ്രുവരി വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പിൻവലിക്കുന്നില്ല എങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്.